പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മയിൽ ഹൈവിഷൻ്റെ നാട്ടകം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്. പത്രത്തിലൂടെ ലോകത്തിലെ സകല വാർത്തകളും നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ ഈ പത്രത്തിൽ വരാത്തൊരു വാർത്തയുണ്ട്. അത് പത്രങ്ങൾ നമ്മളുടെ കയ്യിലെത്തിക്കുന്ന പത്രം ഏജൻറ്റുമാരെ കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്ന് 3 പത്ര വിതരണക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം വന്ന് അവരെ പരിചയപ്പെടാം. പേര്? എൻ്റെ പേര് സുരേഷ്. സുരേഷ്, എവിടെയാണ് സ്ഥലം? ഞാൻ ഈ വേളം അമ്പലം റോഡിലാണ്, മയിലിനടുത്തുള്ള വേളം. ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് അടുത്ത ആളെ ഒന്ന് പരിചയപ്പെടാം. ഇത് വേണുവേട്ടൻ. ഞാൻ മുല്ലക്കുടി. താമസം. എത്ര വർഷമായി പത്ര വിതരണം? 2006 സെപ്റ്റംബർ മുതലാണ് എൻ്റെ 2006 സെപ്റ്റംബർ എൻ്റെ ഏജൻസി ഞാൻ എടുത്തത്. ഇപ്പോഴും തുടർന്നു പോകുന്നുണ്ട്. നേരത്തെ ഒരുപാട് പത്രം ഉണ്ടായിരുന്നു. മാതൃഭൂമി, മനോരമ, ചന്ദ്രിക, മാധ്യമം, എല്ലാ പത്രത്തിൻ്റെ ഏജൻസി ഉണ്ട്. ഇപ്പം ഞാൻ അതൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് മാതൃഭൂമി മാത്രം. അടുത്ത ആളിലേക്കൊന്ന് പോയിട്ട് വരാം. പവിത്രൻ. പാവന്നൂർ മുട്ട ഏജന്റാണ്. പാവന്നൂർ മുട്ടയാണ് നമ്മളെ കേന്ദ്രം. പിന്നെ അതിന്റെ സമീപ പ്രദേശത്ത് ഇങ്ങട്ടാമലിന്റെ കയറ്റം മുതൽ അങ്ങ് പാവന്നൂർ കടവ് വരെ പോകും. പിന്നെ അതിന്റെ അപ്പുറമുള്ള എല്ലാ ഭാഗവും നമ്പറും പുറവളം പഴശ്ശി കുറ്റാട്ടർ. 35 വർഷം എന്ന് പറഞ്ഞല്ലോ. ആ തുടങ്ങിയത് മുതൽ ഇപ്പൊ ഇന്ന് എത്തി നിൽക്കുമ്പോൾ ഈ പത്രം വിതരണം ചെയ്യുന്നതിൽ വന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? വ്യത്യാസം ഇപ്പൊ ഉദാഹരണം അന്നിപ്പം നടന്നിട്ടാണല്ലോ. അതെ. വാഹനങ്ങളൊന്നുമില്ല. പിന്നെ സൈക്കിളിൽ വന്നു, പിന്നെ സ്കൂട്ടറായി, പിന്നെ ബൈക്കായി, ആ രീതിയിൽ. അതെ. പിന്നെ മുമ്പെല്ലാം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ഭാഗത്തും കുട്ടികളെല്ലാം ഉണ്ടാവും. ഓരോ പ്രദേശത്ത് കൊടുക്കാൻ വേണ്ടി പിന്നെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് വരും. പിന്നെ നമ്മൾ പിന്നെ കൊടുത്തോട്ടെ, ആ ഭാഗത്ത് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ലൈനിൽ ആരെങ്കിലും കുറയുന്നുണ്ടെങ്കിൽ എന്നോട് പറയണേ എന്നെല്ലാം പറയും. പക്ഷെ ഇന്ന് ആരുമില്ല. ഞാൻ തുടങ്ങിയ സ്റ്റേറ്റ് ബസ്സാണ് നമ്മളിവിടെ രാവിലെയുള്ള ബസ്. ആ സ്റ്റേറ്റ് ബസ്സിനാണ് വരിക. ആ സമയത്ത് അത് 7 മണിക്ക് എത്തുള്ളൂ. ഇന്നിപ്പോ 7 മണിയാകുമ്പോഴത്തേക്ക് തീരണം. അതാണ്. അപ്പൊ ഇന്നിപ്പം വളരെ നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുന്നല്ലോ. അതെ. ഇന്ന് പിന്നെ ഒരു 5 മണിക്ക് മുന്നേ തയ്യാറാവണം. എനക്കിപ്പം ലാസ്റ്റ് കെട്ടുന്നത് എനക്ക് ഈ നമ്മളെ ലൈനിൽ ലാസ്റ്റ് കെട്ടാൻ കിട്ടും 5 മണിക്ക് കിട്ടും സാധാരണഗതിയിൽ. ചില ദിവസം നേരം പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനനുസരിച്ച് വ്യത്യാസം വരും. വേണുവാടിന്റെ അടുത്ത് വന്നാല് വേണുവാടിന് എത്ര മണിക്ക് രാവിലെ പത്രം എത്തും? 4:30 പത്രം എത്തും. 4:30ക്കും 5 മണിന്റെ ഇടയിലാണ് നമ്മളെ ഉറപ്പടി റേഷൻ പീടിക്ക് സമീപം നമ്മളെ പത്രം ഇടുക. അപ്പൊ വേണുവാടിന് അവിടെ എത്ര മണിക്ക് എത്തും? അവിടെ ഞാൻ 5 മണിയാകുമ്പോൾ എത്തും. പക്ഷെ പത്രത്തിന് മുമ്പ് ഇട്ടിട്ട് പോകും. എന്നിട്ട് അവിടുന്ന് പിന്നെ ഇത് വേർതിരിച്ചിട്ട് വിതരണത്തിന് വേറെ കുട്ടികളുണ്ടായി. ഈ പറഞ്ഞതുപോലെ നേരത്തെ പവിത്രം പറഞ്ഞ മാതിരി ആളിങ്ങോട്ട് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പത്രം അന്നത്തെ കാലത്തെല്ലാം പത്രം സ്കൂൾ കൂട്ടിയെടുത്ത് പറയാനില്ല. സ്കൂൾ കൂട്ടാത്ത സമയത്ത് തന്നെ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് ചോദിക്കും, ഒരു 10-15 പത്രം എനിക്ക് തരുമോ വേണോട്ടോ. കാരണം അവർക്ക് അതൊരു നല്ല പൈസ. ഇന്നത്തെ പോലെയല്ല. ഇന്ന് അങ്ങോട്ട് പറഞ്ഞിട്ടും ആള് വരുന്നില്ല. ഞാനൊരു എല്ലാവരും 4:30 വെച്ചിട്ട് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മള് 4:30 എല്ലാവരും അടിച്ചാൽ 1-2 ബെല്ലടിച്ച് ഒന്ന് ഓഫാക്കിയിട്ടല്ലേ എണീക്കുക. അതുപോലെ ഒരു 4:40 എണീച്ചിട്ട് പെട്ടെന്ന് പിന്നെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് ഒരു ആയുഷ് ചായ കുടിക്കല്. ചായ കൂടി നിർത്തിയിട്ട് കൊല്ലേ. അപ്പൊ അതും കുടിച്ച് പെട്ടെന്ന് ഒരു 5 മണിയാകുമ്പോ പിന്നെ അവിടെ 6 മൈല് ക്ലബിലെത്തും. അവിടുന്ന് പിന്നെ കണ്ടിന്യൂ പേപ്പർ കൊടുത്തിട്ട് ഒരു 7:30 നമ്മള് അവസാനിക്കും. പിന്നെ ഇതിനോടില് നേരത്തെ ചോദിച്ച പോലെ ഇതിനോട് ഇപ്പോൾ എങ്ങനെയാണോ, മടുപ്പാണോ ആവേശമാണോ എന്ന് ചോദിച്ചില്ലേ. ചില സമയത്ത് നമുക്ക് ഇതങ്ങ് മതിയാക്കി പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. പിന്നെ ചില കസ്റ്റമർ ഉണ്ട്. ഇപ്പോ ഉണ്ണി മാഷ്, പിന്നെ ദിലീപ് മാഷ്, അങ്ങനെയില്ലേ സ്വപ്ന ടീച്ചർ, അങ്ങനെയില്ലവരല്ലോ ഈ പത്രത്തെ ഒരു വൈകാരികമായ ബന്ധമാണ് അവർ പത്രം ആയിട്ട്. അവർ കുടുംബവും. അപ്പൊ രാവിലെ ഈ പത്രം കിട്ടിയാൽ അവരെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് മൊത്തത്തിൽ ഒന്ന് കണ്ണോടിക്കും. അത് കഴിഞ്ഞ് ചായലിൽ കുടിച്ചിട്ട് ഒന്നും കൂടി നോക്കും. പിന്നെ അതിന്റെ എഡിറ്ററോട് അടക്കം മൊത്തം ഇരുന്നങ്ങ് വായിക്കും. പിന്നെ ഇവരൊന്നും ഇത് സൂക്ഷിക്കലാണ്, ഇത് നശിപ്പിക്കില്ല. ഇതെല്ലാം ഇപ്പൊ പിന്നെ ദിലീപ് മാഷ വീട്ടിലെല്ലാം ഇപ്പൊ ഒരു 10 കൊല്ലം മുമ്പിന്റെ ആഴ്ച പിന്നെ പത്രം, മാതൃഭൂമി പത്രങ്ങൾ, മറ്റു പ്രസിദ്ധീകരണങ്ങളെല്ലാം ഉണ്ട്. അല്ല, ഞാൻ ചോദിക്കാൻ വരുന്നത്, നമ്മളിപ്പം ഈ വലിയ മഴ അല്ലെങ്കിൽ ഈ വൃശ്ചികത്തിൽ ധനുവിലൊക്കെയുള്ള ഭയങ്കര തണുപ്പ്,
ഒന്ന് എഴുന്നേക്കാൻ നോക്കുമ്പോൾ ഭയങ്കര തണുപ്പും മഴയല്ല, ഇപ്പം ഒന്ന് മൂടിപ്പോച്ച് കിടക്കാമെന്ന് മറ്റു പലർക്കും തോന്നും. നിങ്ങൾക്കത് തോന്നിയാലും അന്ന് പേപ്പർ ആളുകൾ വായിക്കലുണ്ടാവില്ല. അങ്ങനെ ഈ ഒന്ന് എഴുന്നേക്കാൻ മടിയെല്ലാം തോന്നി ലേറ്റായ സമയമുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഉണ്ടോ? അങ്ങനെ ഇല്ല, അങ്ങനെ ഉണ്ടായിക്കൂടാ. നമുക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പോവും 10 മിനിറ്റ് അങ്ങനെ ഒരു മനസ്സ് തോന്നിയാലും അതിന് മറികടന്ന് അല്ല, അത് തോന്നും, സ്വാഭാവികം, മനുഷ്യന്മാരല്ലേ. പക്ഷേ തോന്നിക്കൂടാ. അന്നേരമാണ് ഈ പിന്നെ കാത്തേക്കുന്ന ഒരു മിനിറ്റ് പിന്നെ എന്നെ കുട്ടികളെല്ലാം കാത്തേക്കും, പിന്നെ അവരങ്ങ് പോവും. അങ്ങനെ നമ്മള് ഒരു മിനിറ്റ് വെച്ചാക്കാൻ പറ്റൂല. പത്രം വരാൻ നേരം പോകുന്നുണ്ട്, നേരം പോകുന്നല്ലാണ്ട്. അതെ. ഈ വേണുവേട്ടൻ ഇപ്പൊ നടന്നിട്ട് പേപ്പർ കൊടുക്കുന്നു പറഞ്ഞു. ഈ മഴക്കാലത്ത് ഇതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടി വണ്ടിയിൽ പോകുന്നവർക്കായിരിക്കുമല്ലോ. ഈ മഴ സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ നനയാതെ ഈ ബാഗിൽ വെച്ചിട്ട് കവറിലൊക്കെ ബാഗിൽ വെച്ചിട്ട് തന്നെ വണ്ടി കൊണ്ടുപോകുന്നവര് പിന്നെ വണ്ടി തന്നെ ബാഗും ഇതിനായിട്ട് വണ്ടി തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് മഴക്കാലത്ത് പത്ര വിതരണം ബുദ്ധിമുട്ട് എന്ന് പിന്നെ പറയാനില്ല. അതിന്റെ സങ്കടം പിന്നെ നമ്മള് മറ്റു ഗേറ്റിന് വെച്ചാൽ മതി, ഗേറ്റ് തീർക്കി വെച്ചാൽ മതി. മഴക്കാലത്ത് അല്ല, മഴയില്ലാതെ ഇപ്പം ഗേറ്റ് തുറന്നിട്ട് ഉള്ളോട്ട് പോകേണ്ടി വരും. പൈപ്പ് വെച്ചിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർ, പൈപ്പ് മറ്റേ ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും, ബോക്സിൽ വെച്ച് കുറച്ചാൾ വെച്ചിട്ടുണ്ടാവും. അല്ലാതെ ഗേറ്റ് തുറന്നിട്ട് അങ്ങ് വീട് കുറേ ദൂരെയായിരിക്കും, അങ്ങോട്ട് പോകണം. മറ്റ് 8 മണിക്ക് തീരുന്നത് പിന്നെ 9-9:30 അങ്ങനെ 1-2 മണിക്കൂർ ഈ മഴ കൊണ്ട്. അതിന്റെ മൂലയോ മറ്റൊന്ന് ചെറിയതായി നനഞ്ഞു പോയാൽ പിന്നെ അതെ, മഴ നനഞ്ഞാൽ അത് പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ മഴക്കാലത്ത് പത്ര ഏജന്റുമാരെ വിതരണക്കാരെ കഷ്ടകാലം. അപ്പൊ ഈ ഗേറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ, ഗേറ്റ് തുറന്ന് കുറെ ദൂരെയാണ് വീട് പറഞ്ഞപ്പോ എനിക്ക് 3 പേരോടും ചോദിക്കാനുള്ളതാണ് പട്ടികളെ പറ്റിയുള്ള. ചില വീടുകളിൽ എന്തായാലും രാത്രി പട്ടികളെ ഇറക്കിയിട്ടുണ്ടാവുക. അവർക്ക് പിന്നെ ഈ പത്രത്തിനൊന്നും വലിയ പരിചയമൊന്നുമില്ലല്ലോ. അങ്ങനെ അനുഭവങ്ങളുണ്ട് ഗേറ്റ് തുറന്ന് പോകുമ്പോൾ? ഈ അല്ലാതെ ഇപ്പം ഗേറ്റിന്റെ ഉള്ളിലെ പട്ടിയല്ല, ഇപ്പം തെരുവ് നായ്ക്കൾ ഉള്ളതുകൊണ്ട് വീട്ടിലെ പട്ടികളൊന്നും അങ്ങനെ വലിയ പ്രശ്നമല്ല. അത് പിന്നെ അധികം കൂട്ടിലായിരിക്കും. അതല്ലാതെ പല പ്രശ്നങ്ങൾ. എന്റെ പത്രം വിതരണക്കാരെല്ലാം 1-2 വട്ടം പട്ടികൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ട്? എനിക്ക് പിന്നെ ഞാൻ വീണിട്ടെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നായി പാഞ്ഞിട്ട് വീണിട്ട് എല്ലാം കടിച്ചിട്ടില്ല, പക്ഷെ കടിച്ചിട്ട് എത്തിയിട്ട് പിന്നെ വീണിട്ടെല്ലാം പിറങ്ങിയിട്ടെല്ലാം. അങ്ങനെ നടന്നിട്ട് പോകുന്നില്ലേ? ഇതുവരെ വന്നില്ല. നമുക്കൊരു മാസത്തോളം പിന്നെ ഒരു ഭ്രാന്തനായി ഒരു ശല്യമുള്ള സമയമുണ്ട്. ആ സമയത്ത് പേടിയുണ്ടായിരുന്നു. നമ്മളന്നേരം പിന്നെ നമ്മളെ സുഹൃത്തുക്കളെല്ലാം നമ്മൾ ഒന്നിച്ച് ഒരു വടിയെല്ലാം എടുത്ത് നമ്മള് അതിന്റെ അങ്ങനെ ഒരു ഇതാണ്. കാരണം ഈ വെളിച്ചം വരാത്ത സമയത്തല്ലേ പോകുന്നല്ലേ? അത് കുറച്ച് കൊല്ലം മുമ്പാണ്. സുരേഷിന് കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. പിന്നാലെ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഇടവഴിയിലൂടെ പോകണം, ഒരു വീട്ടിലേക്ക് പത്രം ഇടാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഒരു 5-6 നായി അവർ ഗേറ്റിന്റെ പുറത്ത്. അപ്പൊ അവര് ആ നായിനെ കടന്നിട്ട് വേണം ഗേറ്റ് തുറക്കേണ്ടത്. അപ്പൊ ഞാനെന്താ പണിയെടുക്കുന്ന വെച്ചാൽ വലിയ കല്ല് കയ്യിൽ കരുതിട്ട് എറിഞ്ഞ് നായകൾ അവിടുന്ന് ഓടിച്ചു കഴിഞ്ഞിട്ട് കേറും. അപ്പൊ ആ സ്ഥലത്ത് എത്തുമ്പോ സ്ഥിരമായിട്ടുള്ള ഒരു ഭയം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ആ ഒരു കസ്റ്റമറോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഈ ശ്രദ്ധിക്കണം, അപ്പൊ ഇവിടെ ആരെങ്കിലും ഭക്ഷണത്തിന്റെ വേസ്റ്റോ കാര്യം കൊണ്ടുവരുന്ന നോക്കണം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കുറവുണ്ട്, എന്നാലും നമ്മളൊരു കല്ല് കരുതണം. പട്ടികളുടെ ശല്യം പറയുമ്പോൾ ഇപ്പൊ ഇന്നിപ്പോ നമ്മളെ ഈ ചർച്ചയിൽ വരേണ്ട ഒരാളായിരുന്നു ഷിനോജ്. ചക്കരക്കല്ലുള്ള പത്ര ഏജന്റാണ്. ഷിനോജിന്റെ അച്ഛനും പത്ര ഏജന്റാണ്. നമ്മുടെ ഈ അടുത്തുള്ള ചെക്കേട്ടയിലെ സൂൺ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്ന് വരാൻ പറ്റിയില്ല. അച്ഛന് പിന്നെ പെട്ടെന്ന് ഇതായി വീണ്ടും മിംസ് ആശുപത്രിയിൽ പോയി. അതുകൊണ്ടാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പേടി എന്ന് പറയുന്നത് ഈ പട്ടികളുടെ ശല്യം തന്നെയാണ്. അല്ലെ, ഈ പേപ്പർ ലേറ്റായിട്ട് ആളുകൾ വല്ലാതെ പറയുന്നത്. ഇപ്പം ഞാൻ പറയുന്ന ഒരു 5:30 ഒരു വീട്ടിൽ പേപ്പർ ഇടുന്നു, 5 മണിക്കൊക്കെ പേപ്പർ ഇടുന്നുണ്ട്. 5 മണിക്ക് ആ വീട്ടിൽ പേപ്പർ ഇട്ടാലും ആ വീട്ടുകാർ ചിലപ്പോൾ 7 മണിക്കൊക്കെ ഇതെടുത്ത് വായിക്കുള്ളൂ. പക്ഷെ നിങ്ങൾ ഇടുന്നത് ഒരു 5:15 പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നം വരുന്നത്, അങ്ങനെയൊക്കെയുള്ള പറയുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പേപ്പർ കുറച്ച് ലൈറ്റ് ആയി കാണണമെന്നല്ലോ. പേപ്പർ ലൈറ്റ് ആയാലേ അപ്പാട് പിടി വരും. അത് 5 മണിക്ക് പിന്നെ പേപ്പർ നമ്മൾ എത്തിച്ചാലും നേരത്തെ എത്തിച്ച എത്രയോ വിളി വന്നിട്ടുണ്ട്. വീട്ടില് പേപ്പർ കിട്ടിയിട്ടുണ്ടോ,
വിളി എത്രയോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പേപ്പർ എടുത്ത് നമ്മൾ ബെഞ്ചിന്റെ അടിയിലായി ഒരു പേപ്പർ അത് പിന്നെ വായനക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരിടുന്ന സ്ഥലത്ത് നേരെ നമ്മൾ ഇടുന്നതിന് പകരം കുറച്ച് സൈഡിലായി പോയാൽ വിളി വന്നിട്ടുണ്ട് ഒന്നും കൂടി പരിധി നോക്ക് എന്ന് നമ്മൾ പറഞ്ഞാലും അവരത് ശ്രദ്ധിക്കൂല. അതുപോലെ വേറെ നിങ്ങളിപ്പം രാവിലെ പേപ്പർ ഇടുമ്പോൾ മഴയൊന്നുമില്ല, മഴയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും മുറ്റത്ത് പേപ്പർ ഇടും. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മഴ പെയ്ത് ഇവർ ഈ പേപ്പർ എടുക്കുന്ന 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കല്ലോ. അങ്ങനെയുള്ള സംഭവങ്ങൾ ഇഷ്ടം. പക്ഷെ അതിന്റെ ഇത് നിങ്ങൾ കേൾക്കണ്ടേ, മഴയത്തിട്ടല്ലേ പറയാ. അവരെടുക്കാൻ ലേറ്റ് ആയതും അതിന്റെ പിന്നെ ഇത് കുറ്റവും നമ്മളെടുക്കാൻ വരും. എത്രയോ തവണ വാട്സപ്പിൽ പത്രം നനഞ്ഞ ഫോട്ടോ തെളിവ് പേപ്പർ ഒരു അരമണിക്കൂർ അല്ല ഒരു 10 മിനിറ്റ് ലേറ്റ് ആയാലും പറയുന്ന ആളുകളുണ്ടല്ലോ. ഈ പത്രത്തിന്റെ പൈസ തരാനും അത്ര തന്നെ ഇത് ആ സമയത്ത് അവരെ കാണിക്കുമോ? പോയി കഴിഞ്ഞാല് പൈസ പിന്നെ പല നമ്മളെക്കാളും വലിയ കുടിശ്ശിയും പ്രശ്നമെല്ലാം കുടിശ്ശിക്കാതെ ആളുകൾ അല്ല പൈസ അല്ല ഞാൻ ചോദിക്കുന്നത്, പൊതുവെ ഈ പൈസ പിരിഞ്ഞു കിട്ടാൻ ബുദ്ധിമുട്ട് നിങ്ങളെ കയ്യിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്കിപ്പം കൃത്യമായിട്ട് പൈസ സ്ഥാപനത്തിൽ അടക്കണ്ടേ? അടക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ലല്ലോ. എന്തായാലും ഇല്ല നിങ്ങളെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അടക്കേണ്ടി. അത് പിന്നെ ഇവരുടെ കയ്യിൽ കിട്ടണം. അത് 2, 3, 4 മാസമൊക്കെ കുടിശ്ശിക 4, 5 അധികമുള്ള കുടിശ്ശികളുണ്ട്. അപ്പൊ അത് അത്രയും കുടിശ്ശിക ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഇപ്പൊ 5 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് പറഞ്ഞാൽ 4 മാസത്തെ നമ്മൾ കൂട്ടി അടച്ചു തന്നെയല്ലേ അതിന്റെ അർത്ഥം? അതെ 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 അത് അതുപോലത്തെ കുറെ ആൾക്കാരല്ല. അത് ഈ കുടിശ്ശിക വരുത്തുന്നത് പൈസ ഇല്ലാത്തവരും ഉള്ളവരും ഉണ്ടോ അതില്? പൈസ കൊടുക്കാൻ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മാത്രല്ല ഈ 5-6 മാസത്തെ കുടിശ്ശിക വരുമ്പോ പിന്നെ നിങ്ങൾക്ക് തരുമ്പോൾ ചിലപ്പോ ഈ 1 മാസത്തെ പിന്നെ അവിടെ പിടിക്കുമല്ലേ? 1 മാസത്തെ ഒന്നല്ല, 2000 റുപ്യല്ലേ എനിക്ക് തരാനുള്ളവര് പോയാല് 500 രൂപ കിട്ടുക. ഇപ്പൊ കിട്ടാനുണ്ടോ കുറെ? പിന്നെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ അവരെല്ലാം കേൾക്കുന്നുണ്ടാവും. അത് കിട്ടട്ടെ. ഈ കൃത്യമായിട്ട് 1-ാം തീയതി പൈസ എടുത്തിട്ട് ഇങ്ങനെ ഒരു 20 അവരാണ് നമ്മുടെ ഈ പ്രചോദനം. നിങ്ങളൊരു ധൈര്യം അവരാണല്ലേ? 25% ആൾക്കാർ ഇവർ പറഞ്ഞതുപോലെ പൈസ നമ്മൾ പോവാതെ കുറ്റത്തിന് കിട്ടാതെ അതേ ഉണ്ടാവും. അവര് കരുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോകണ്ടേ. 25%. അത് നമ്മളെ സുഹൃത്തുക്കളെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് പൈസ വാങ്ങിച്ചില്ല അതാണ് നിക്കട്ട് പോന്ന പറയുന്നത്. അത് ഉറപ്പായി നമുക്ക് കിട്ടുന്നുണ്ടാവും. 20% അങ്ങനെ തന്നെ ഉണ്ടാവും. 25% പിന്നെ ആണ് 20% നമുക്ക് ഏകദേശം കമ്മീഷൻ കിട്ടുക. അപ്പൊ ആ പൈസയാണ് ജനങ്ങളെടുക്ക ഇങ്ങനെ കുടിശ്ശിയായിട്ടും ഇങ്ങനെയുള്ള ഉണ്ടാവുക. മറ്റേത് ഈ 2 മാസം 3 മാസം കൂടുമ്പോഴെല്ലാം കിട്ടും. അതങ്ങനെ റോൾ ചെയ്തായിട്ട് പോകും. നിങ്ങൾ ഈ കമ്മീഷൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പം വരുമാനം വെച്ചാൽ ഒരു പത്രത്തിന് ഇത്ര പൈസ എന്നുള്ള കമ്മീഷൻ ആയിരിക്കും അല്ലേ? അതെ, 25% ഏകദേശം 25 എല്ലാ പത്രത്തിനും അങ്ങനെ വരുമ്പോൾ ഈ വാർഷിക വരിസംഖ്യയിൽ പത്രം വാങ്ങുന്ന ഒരു സമ്പ്രദായം ഇല്ലേ? ഇപ്പം അത് നിങ്ങളെ ബാധിക്കുക, നിങ്ങളെ കമ്മീഷനെ ബാധിക്കുക. അത് നമുക്ക് വിതരണ ചാർജ് ചെയ്യുന്നുണ്ടല്ലോ. അത് പിന്നെ വിതരണ ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പം പിന്നെ ഭൂരിഭാഗം പത്രങ്ങളും അങ്ങനെ തരുന്നുണ്ട്. ചില പത്രങ്ങൾ തരുന്നില്ല. അത് കമ്മീഷൻ. അതാണ് പിന്നെ നമ്മളെ ഒരു പിന്നെ ഭൂരിഭാഗവും വാർഷിക പത്രം ചേർക്കുന്ന പത്രങ്ങൾക്കാണ് അത് വിഷമമുണ്ടാകും തരാത്. അപ്പോൾ അതായത് നമുക്ക് പത്രം കൊണ്ട് തരുന്നതും നമ്മൾ പത്രം വിതരണം ചെയ്യുന്നതും ഈ വാർഷിക പത്രം ആയാലും ഇതും അങ്ങനെ രണ്ടും എല്ലാം കണക്കത്തെയാണ്. മാത്രമല്ല ഈ വാർഷിക ആയി പോകുന്ന പത്രം എങ്ങനെ ആകുന്ന പത്രം എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം കൊണ്ടുപോകുന്ന പത്രം തന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ വാർഷിക ആകുന്നത്. അപ്പോൾ നമ്മളെ കമ്മീഷനാണ് അതിൽ കുറയുന്നത്. അതിന് കുറയേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു വാർഷിക ഒരു കൊല്ലത്തേക്കുള്ള പൈസ അവർ ആദ്യമായി കമ്പനിക്ക് കിട്ടിയതാണ്. അപ്പോൾ പിന്നെ ഒരു ഏജന്റുമാരെ ഒരു കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കുറക്കേണ്ട ഒരാവശ്യമില്ല. അത് കുറക്കുന്നത് പിന്നെ ഏജന്റുമാരെ സംബന്ധിച്ചോളം വളരെ ബുദ്ധിമുട്ടാണ്. അതായത് പിന്നെ അങ്ങനെ ഇത് മര്യാദയ്ക്ക് ക്ലിയർ ആയിട്ടും പൈസ കിട്ടാൻ സാധ്യത കൂടുതലുള്ള പത്രമാണ് വാർഷികമായി പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് പത്രത്തിന്റെ പൈസ ഒരു പിന്നെ കിട്ടാൻ വളരെ വിഷമമുള്ളത്. നമ്മൾ ഈ പറഞ്ഞ കുടിശ്ശികയിലാകുന്ന പത്രത്തിന്റെ പൈസ പിന്നെ നമ്മളെ ഏജൻസിയിൽ വരുന്നത്. അപ്പം അതുകൊണ്ടുണ്ടാകുന്ന വിഷമം ഇതല്ല. അതായത് അത് കുറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. ബുദ്ധിമുട്ട് അതാണ് ഭീമമായ പത്രവും. അപ്പോൾ അതുപോലെ മറ്റൊന്ന്, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു നിശ്ചിത എണ്ണം പത്രം നിങ്ങൾ ചേർത്തു. നിങ്ങളിപ്പോൾ ഇന്ന് ഒരാൾ പത്രം വേണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നാളെ തന്നെ അയാൾക്ക് ആ പത്രം നിങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ? അത് പറ്റും. കുറക്കാനേ പറ്റാണ്ടുള്ളൂ. അപ്പൊ ഇന്ന് ഒരാൾ പറയുന്നത് നാളെ മുതൽ എനിക്ക് പത്രം വേണ്ടെന്ന് പറഞ്ഞാലോ? വേണ്ടെന്ന് പറഞ്ഞാൽ നാളെ മുതൽ ആ പത്രം കുറച്ചിട്ട് അയക്കോ? കുറക്കുന്നതിനാണ് വിഷമമുള്ളൂ. നമ്മളിപ്പോ ഒരു 100 പത്രം ഞാൻ ഇടുന്നു വിചാരിച്ചു. അപ്പൊ 100 പത്രം ഇടുമ്പോ എനിക്ക് 100 കസ്റ്റമർ കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്ത്
ഇന്ന് കൊടുത്ത് നാളെ രാവിലെ പറയാം 1 മാസം ഞാൻ ഇട്ടുണ്ടാവില്ലേ ടൂറ് പോകുന്നത്. പിന്നെ വേറൊരു കസ്റ്റമർ പറയും ഇന്ന് നാളെ മുതൽ പത്രം വേണ്ട. അപ്പൊ അങ്ങനെ പറഞ്ഞു 8, 9, 10 ആള് ഇങ്ങനെ കുറയും. അപ്പൊ 90 പത്രം നമുക്ക് വേണം. അയക്കും കണ്ണൂരിന്ന് 100 പത്രം. നിങ്ങളിത് വേണ്ടാന്ന് പറഞ്ഞാലും അവര് പിന്നെ അയക്കും 100 പത്രം. അപ്പൊ നമ്മൾ ഈ 100 പത്രത്തിന്റെ പൈസ അടക്കണം. നമുക്ക് റീപ്ലേസ്മെന്റ് തരുന്നുണ്ടാവും, പക്ഷെ എന്നാലും നമ്മൾ ഈ പൈസ ആദ്യം അടക്കണ്ടേ. പിന്നെ തിരിച്ചു കിട്ടും. അത് മറ്റേ അത് എല്ലാ പത്രമൊന്നും ഈ കുറച്ച് തരുന്നത് അവരെ വിവേചനാധികാരമാണ്, നമ്മൾ കറക്റ്റ് അല്ല. അതായത് നമ്മൾ പൈസ അടക്കുന്നത് പോലെ നമ്മളുടെ ഒരു സിസ്റ്റം അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നിങ്ങൾ പത്രം 100 പത്രം അയക്കുന്നത് 10 ആള് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ അവിടെ പറയുന്നത് വേണ്ടാന്ന്. അപ്പൊ അത് ആ 100 അവരയക്കുന്നു. അതല്ലാതെ ഈ സ്ഥിരം 100 വരുന്ന നിങ്ങൾക്ക് 1, 2, 3, 4 പത്രം വെറുതെ അങ്ങനെ ഒന്നും ഒരൊറ്റ കോപ്പി എല്ലാം ചെലവാക്കണം എന്ന് പറഞ്ഞിട്ട് അയക്കും. അതാ ചോദിച്ചത്. അതെ, അത് പിന്നെ ഇപ്പൊ 100 പത്രം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏജന്റിന് ഒരു സുപ്രഭാതത്തില് നമ്മളിപ്പോ പത്രം കുറയാനാ ഇപ്പൊ ചാൻസ് കൂടുതൽ, ഒരു 10 പത്രം കുറഞ്ഞു, അത് കുറച്ച് തരൂല അവര്. പിന്നെ നമ്മളെ കണ്ടിന്യൂ അതുകൊണ്ട് നമ്മളെ ബാധിക്കുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ പറയാതെ പത്രം അധികം തന്ന് ചെലവാക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, ഇങ്ങനെ കണ്ടിന്യൂ നമുക്ക് വരുന്നത് കുറഞ്ഞു വരുന്നതാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാല് അപ്പൊ തീർച്ചയായിട്ടും അവര് പത്രം നമ്മളൊന്ന് ഒരു പത്രം കൂട്ടാൻ വേണ്ടി ഇന്നത്തെ ടെക്നോളജി പ്രകാരം 2 പത്രം കൂട്ടാൻ കഴിയും. അങ്ങനെയുണ്ട്. നമ്മള് ഒരു പത്രത്തിന് വേണ്ടി നമ്മൾ 2 പത്രം പറയും. ഏജന്റിന് എപ്പോഴും 2, 3 പത്രം എപ്പോഴും കയ്യിലുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് വേറൊരു എല്ലാ ഏജന്റുമാരെയും ബാധിക്കുന്നില്ല. അതൊരു വ്യക്തിപരമായിട്ട് മാത്രമല്ല, എല്ലാവരും ചെയ്യുന്നതിനായിരിക്കും നടക്കുന്നത്. ഒരു വീട്ടിലൊരു കുടിയേറി നടക്കുന്നുണ്ട്, നമ്മൾ ആ വീട്ടിലൊരു പത്രം ഇടും. അന്ന് ചിലപ്പോ അവര് തുടർച്ചയായിട്ട് ഇട്ടോന്നും പറയും. ചില ഒരു മരണ വീട് നമ്മൾ എന്ത് ചെയ്യും, ആ മരണ റിപ്പോർട്ട് ചിലപ്പോ ഏജന്റ് ആയിരിക്കും ചിലപ്പോ അറിയിച്ചിട്ടുണ്ടാവുക. ആ ഏജന്റ് എന്ന നിലയിൽ നമ്മളത് ഒരു പത്രം വീട്ടിലിടും. അവര് ചിലപ്പോ 2, 3 ദിവസം പത്രം വാങ്ങിയിട്ട് അവരങ്ങ് പോകും. യഥാർത്ഥത്തില് നമ്മള് ഒരു പത്രം കൂട്ടാൻ വേണ്ടി ഏജന്റ് ശരിക്ക് ത്യാഗം സഹിക്കണം. ഒരു പത്രം അധികം വാങ്ങിട്ട് ഇന്ന് 2 പത്രം കൂട്ടാൻ കഴിയുള്ളൂ. 2, 4, 6 അങ്ങനെയാണ് പത്രത്തിന്റെ ടെക്നോളജി ഇപ്പോ. അപ്പൊ നമുക്കത് വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്നുണ്ട്. ഞായറാഴ്ച ലീവുള്ള മിക്കവാറും ഇപ്പൊ നാടൻ മണീന്റെ ആളുകൾ പോലും ഞായറാഴ്ച ലീവ് ആക്കുന്നു. നിങ്ങൾക്ക് ഈ ഞായർ ലീവ് ഒന്നും ഇല്ലല്ലോ. കൊല്ലത്തിൽ എത്ര കിട്ടും? 8 ലീവാ ഉള്ളത്. 8 ലീവ് എന്ന് പറഞ്ഞാലും പിന്നെ ഓണം, വിഷു, ക്രിസ്മസ്, പിന്നെ ആഗസ്റ്റ് 15, പെരുന്നാള്, റിപ്പബ്ലിക്, മെയ് ദിനം, അങ്ങനെയുള്ള പിന്നെ പ്രത്യേക ദിവസങ്ങളിലാണ്. പക്ഷെ അന്ന് നമുക്ക് പത്രം കൊടുക്കണം. വിഷുവായെന്ന് നമുക്ക് ലീവില്ല. ആ ദിവസങ്ങളിലാണ് പത്രം ലീവ്. വിഷുവായെന്ന് പത്രം കൊടുക്കണം, ഓണായെന്ന് പത്രം കൊടുക്കണം. ഇത് എന്നാണ് നമ്മള് വിശേഷ ദിവസം, ആ ദിവസങ്ങളിൽ നമുക്ക് ലീവില്ല. മാത്രല്ല വേറെ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് അത്യാവശ്യമുണ്ട്. നമ്മളെ കുടുംബത്തിലൊരു കല്യാണം, മരണം, മറ്റുള്ള എന്തെങ്കിലും നമുക്ക് മനുഷ്യന്മാരല്ലേ അസുഖമായാൽ പോലും പിന്നെ ലീവില്ല. അല്ല, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറ്? എന്തായാലും നിങ്ങൾക്ക് ഒരു കൊല്ലം മുഴുവൻ ഈ 8 ദിവസം ഒഴികെ എഴുന്നേറ്റ് പോയി പത്രം കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരാളെ ഏർപ്പാടാക്കണമെങ്കിൽ അറിയുന്നവരായിരിക്കണ്ടേ? വളരെ സാഹസം. അങ്ങനെ ഈ നമ്മുടെ ഈ പത്രം മറ്റേത് സ്ഥാപനം ഒരു മിൽമ ബൂത്താണെങ്കിൽ അത് തുറന്നിട്ട് താക്കോൽ ആരും കേൾപ്പിച്ചിട്ട് നമുക്ക് കൊടുക്കുക. പിന്നെ വേറെ ഒരു അനാദി കടയാണെങ്കിൽ തന്നെ നമുക്ക് അത് അത്യാവശ്യക്കാർക്കെല്ലാം സാധനം കൊടുക്കാൻ കഴിയില്ല. ഞാൻ സത്യം പറയാന്ന് വെച്ചാല് എൻ്റെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് ഒരാള് രാവിലെ 3 മണി സമയത്തായിരുന്നു മരണം ഉണ്ടായത്. ഞാൻ രാവിലെ പത്രം എടുത്ത് കൊണ്ടുവന്നു. അന്ന് രാവിലെ മാത്രമല്ല, പിറ്റേന്നും. കാരണം ഇത് ആരെ ഏൽപ്പിക്കുക? പെട്ടെന്ന് ആർക്കും ഏൽപ്പിക്കാൻ കഴിയില്ല. ഒരു ഈ തൊഴിൽ വേറൊരാളെ ഏൽപ്പിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ നേരത്തെ ഇത് ഇപ്പം അവിടെ ഇപ്പൊ CK രാമാട്ടിന് പത്രം കൊടുക്കണം. CK രാമാട്ടിന് വീട് അറിയുന്ന ആൾ വേണ്ടേ? അത് അനക്കല്ലോ അറിയില്ലോ. ഞാൻ ഒരു കുട്ടികളെ ഏൽപ്പിച്ചാലോ അല്ലെ വേറൊരു സുഹൃത്തിനെ ഏൽപ്പിച്ചാലോ CK രാമാട്ടിന്റെ വീട് എങ്ങനെയാ പരത്തി പോവാ? അല്ല, അത് മാത്രല്ല, ഈ പത്രം ഇറക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് അഴിച്ച് ഇത് സോർട്ട് ചെയ്യണം. ഓരോ ഭാഗത്തേക്കുള്ള അതിരാവിലെ എത്തണം. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നിട്ടാണ് ഏജന്റുമാർക്ക് ഏറ്റവും. കാരണം ഇത് അത്രയും ഉത്തരവാദിത്വം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഉത്തരവാദിത്വം വളരെയധികം ഉള്ളൊരു ജോലിയാണ്. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ ഏജന്റുമാര് 1, 1, 2 ആളുകളെ ഇത് എപ്പോഴെങ്കിലും ആവശ്യം വന്നാൽ പോകാനുള്ള രീതിയിൽ ഒന്ന് പഠിപ്പിച്ച് ഒരടുത്ത് ആരെങ്കിലും ഒക്കെ നിർത്തണ്ടേ? അങ്ങനെ പറ്റുന്നുണ്ട്? അങ്ങനെ ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ പോലെ നടന്നിട്ടൊന്നും പത്രം കൊടുക്കാനാവില്ല.
പിന്നെ ഈ പറഞ്ഞ കണക്കെ ഒരു 10 മിനിറ്റ് ലേറ്റ് ആയി വിളിക്കുന്ന ഒരു സ്വഭാവം ഭൂരിഭാഗമാണ്. അപ്പോൾ നമ്മളെ ആ കൈകാര്യം ചെയ്യുന്ന ആ ഒരു ലെവലിൽ പോണിക്ക് നമ്മൾ തന്നെ വേണം. അപ്പോ അതല്ല ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഒരു ആവശ്യം വന്നു ഇതേപോലെ വീണു ഇപ്പം പറഞ്ഞ നമ്മൾ 10 സ്റ്റോപ്പ് ആക്കേണ്ടി വരും. ഒരു ദിവസം ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ അന്ന് പത്രാടി ഉണ്ടാവും. ട്രെയിനിങ് പറ്റുന്നവരെ നമുക്ക് വിളിച്ചു പറഞ്ഞിട്ടും മറ്റേ നമ്മളെ സുഹൃത്തുക്കളോടെല്ലാം പറയുന്ന ഒരു പരിധി ഉണ്ടല്ലോ. എനക്കൊന്നും ആവില്ല, എനക്കെല്ലാം തപ്പും പത്രമുള്ളതല്ലേ. കുറച്ച് പത്രമാണെങ്കിൽ എന്തെങ്കിലും, അതായത് ഒരാൾ മാത്രം പോകുന്ന പത്രമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നമുക്ക് 5-6 ആൾ വിതരണം ചെയ്യുന്ന പത്രമല്ലേ മേഖല. പിന്നെ പട്ടി അടിച്ച് ഷിനോജ് മാതൃഭൂമിയിൽ വിളിച്ചിട്ട് 2 ദിവസം സ്റ്റോപ്പ് കെട്ട് അയക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് 2 ദിവസം കെട്ട് അയക്കാണ്ടെന്ന്. പക്ഷെ അത് ഈ നാട്ടിലെല്ലാവരും അത് അറിയണമെന്നില്ലല്ലോ. ഇപ്പൊ 2 ദിവസം പേപ്പർ വന്നിട്ടില്ലാന്നേ അവര് കാണും. എല്ലാവരും അറിയണമെന്നൊന്നുമില്ല. വിശാലമായ ഏരിയ ആയിരിക്കുമല്ലോ. കെട്ടില് എണ്ണയെല്ലാം മാറിപ്പോയ സംഭവം ഉണ്ട്. അതായത് വേറെ പാവന്നൂർ ഇറക്കേണ്ടത് അത് പിന്നെ നമ്മൾ അപ്പുറം ഇപ്പുറം വിളിച്ചു പറഞ്ഞിട്ടെല്ലാം നമ്മൾ അടുത്തുള്ള ഏജന്റുമാർക്കല്ലാന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് കോപ്പിയെല്ലാം ബാക്കി ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ട് തന്നെ. അത് അങ്ങനെയുള്ള ഉണ്ട്. വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ പവിത്ര തന്നെ പറയും, ഏജന്റ് പറയും, പിന്നെ നമ്മുടെ പരസ്പരം ബന്ധം ഉണ്ടാവും. വേറെ രീതിയിലേക്ക് വന്നാല് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും താഴെ തട്ടിൽ, നമ്മൾ ഈ ഇൻട്രോയിൽ പറഞ്ഞു ഏറ്റവും താഴെ തട്ടിലുള്ള, അതായത് ഈ പത്ര വ്യവസായത്തിന്റെ ഇങ്ങേ അറ്റത്ത് താഴെ തട്ട് എന്ന് ഉദ്ദേശിച്ചത് അതാണ്. ഈ ജനങ്ങളുമായിട്ട് എപ്പോഴും സമ്മതിക്കും. അപ്പൊ ഇങ്ങനെ നാട്ടുകാരെ മുഴുവൻ അതിരാവിലെ പത്രം വായിപ്പിക്കുന്ന നിങ്ങളുടെ ഈ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള ഇതൊക്കെ നടക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം പിന്നെ ഒരു അപകടം ചോദിച്ചത് ഈ വേതനവും ഇതുമല്ല, നിങ്ങളൊരു PF അതേപോലെയുള്ള സംഗതികൾ ഒന്നുമില്ല. അതായത് നമ്മളെ പിന്നെ കമ്പനിയുമായിട്ടുള്ള ബന്ധം, നമ്മൾ പിന്നെ 1 മാസത്തെ സെക്യൂരിറ്റി പത്രം, 2 മാസത്തെ സെക്യൂരിറ്റി പത്രം അടച്ചിട്ടാണ് പത്രം തുടങ്ങുന്നത്. അതായത് ഒരു മാസത്തെ ഒരു പത്രത്തിന് 2 മാസത്തെ പൈസ സെക്യൂരിറ്റി വെച്ചിട്ടാണ് നമ്മൾ പത്രം തുടങ്ങുന്നത്. അതാണ് നിബന്ധന. അത് ഇപ്പം പിന്നെ ആദ്യം തുടങ്ങുമ്പോൾ ഒരു 10,000 രൂപയാണ് ആ കണ്ടീഷനിൽ വെക്കേണ്ടതെങ്കിൽ 5,000 രൂപ കൊടുത്തിട്ട് ബാക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാം അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കും. പിന്നെ ആ രീതിയിലാണ് നമ്മളെ സെക്യൂരിറ്റി കൊടുത്തിട്ടാണ് ഒരു ഏജന്റ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ 1 മാസം പൈസ അടക്കാൻ വൈകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ തടഞ്ഞു കഴിഞ്ഞാൽ പൈസ അടച്ച് തന്നെ തടയും. ഇപ്പം എല്ലാം കുറവാണ്, അങ്ങനെ തടിയാൽ ലാസ്റ്റ് ഘട്ടത്തിൽ തടയപ്പെടും. പിന്നെ കുറച്ച് എന്തെങ്കിലും പ്രശ്നമില്ല. അത് ആടെ തീർന്നു നമ്മളെ ഏജന്റും കമ്പനിയും തമ്മിലുള്ള. ഞാൻ ഇപ്പൊ 35 കൊല്ലായി. ഇനിയിപ്പോ നാളെ ഞാൻ പൈസ അടക്കാൻ കാരണത്താൽ നിന്നിട്ടുണ്ടെങ്കിൽ ആടെ തീർന്നു, എന്റെ കമ്പനിയുമായിട്ടുള്ള ബന്ധം തീർന്നു. ഇനി പിന്നെ വയ്യ കണക്ക് കൂട്ടിയിട്ട് അങ്ങോട്ട് കൊടുക്കാനോ ഇങ്ങോട്ട് കൊടുക്കാനോ, അതായത് ഈ സെക്യൂരിറ്റിയും കാര്യം കാർവാടല്ലാണ്ട് മറ്റു വേറെ ഒന്നും ഇല്ല. വേറെ ഒരു ഇതും ഇല്ല, ഒരു ആനുകൂല്യവും ഇല്ല. ഇങ്ങനെ ഒരു ആനുകൂല്യം ഇല്ലാതെ ഒരു പിന്നെ സമൂഹം, പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ ഏജന്റുമാരേ ഉണ്ടാവും, പത്ര ഏജന്റുമാരേ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ഇല്ലെങ്കിൽ ഈ പത്രം അത് നമ്മളെ ഏജന്റുമാർ മീറ്റിംഗിലെല്ലാം അവർ വാചാലമായി സംസാരിക്കും. ഏജന്റുമാരാണ് ഇതിന്റെ നട്ടെല്ല്, നിങ്ങളാണ് നമ്മൾ എത്ര മെച്ചപ്പെട്ടിട്ട് പത്രം അടിച്ചു വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടും കാര്യമില്ല, ജനങ്ങളുടെ അടുക്ക് എത്തിക്കുന്നത് നിങ്ങളാണ്, അപ്പൊ നിങ്ങളാണ് ഇതിന്റെ നട്ടെല്ല് എന്നെല്ലാം പറയും. എന്നല്ലാതെ മറ്റ് ഒരു കാര്യവും നമുക്കില്ല. നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പത്രം ഏജൻസി തുറന്നു കൊണ്ടുപോകാന്നല്ല. അത് പിന്നെ ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പത്രം കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനെല്ലാം എന്തെങ്കിലും ഒരു പിന്നെ ഒരു ഉത്സവ വത്തിയോ മറ്റെന്തെങ്കിലും ഒന്നുമില്ല. അങ്ങനെ ഒരു ഉത്സവ വത്തിയോ പണ്ട് കണ്ടക്ടർ ആയിരുന്നു. അപ്പൊ ഈ ഓണത്തിന് വിഷുവിനൊക്കെ ആ സമയത്ത് ബസ്സിൽ ആ ദിവസം കയറിയാൽ എന്തോ അധികം ഇതൊക്കെ ഇല്ല, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പറഞ്ഞ പോലെ അത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഈ ലീവ് ദിവസങ്ങളിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു വേജസ് പത്ര ഉടമകൾ തരേണ്ടതാണ്. അവരത് തരുന്നില്ല. 12 നേരത്തെ പവിത്രം പറഞ്ഞ മാതിരി 12 ലീവാണ്. 8 ലീവിന് നമുക്ക് എന്തെങ്കിലും, കാരണം 8 ലീവും നമ്മൾ ആ ദിവസമാണ്. നവമി ആണെങ്കിൽ നവമി ദിവസമാണ്, നമുക്ക് കുട്ടീനെ ഹരിലെത്തിക്കേണ്ട ദിവസമാണ് നമ്മള് 10 കൊടുത്ത് രാവിലെ പോണ്ടത്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇതുണ്ട്. 8 ലീവിന്റെ പറഞ്ഞല്ലോ, അതിനിടയിൽ ഈ ഹർത്താല് ദിവസങ്ങളിൽ പത്രവിതരണത്തിന്റെ ഒരു ബുദ്ധിമുട്ട്, അത് പിന്നെ സാധാരണ ഹർത്താല് പിന്നെ ഏത് ഹർത്താലായാലും പത്രത്തിന് ബാധകമല്ലല്ലോ. ഈ ഏജന്റുമാരില് വളരെ പ്രായമുള്ളവരും ഇല്ലേ? ഇത് സ്വയം നമ്മൾ വേണ്ട എന്ന് വെക്കുന്നത് വരെ. അതെ, പ്രായവൈദ്യൊന്നുമില്ല, പെൻഷൻ പ്രായവൈദ്യൊന്നുമില്ല. എത്ര മരിക്കുന്നതിന്റെ തലേന്ന് വരെ കൊണ്ടുപോകും. നിങ്ങളെല്ലാം ഇതില് വളരെ പ്രായമുള്ളവര് ഇപ്പോഴും ഉണ്ട്. നന്നായി 70-80 വയസ്സല്ലായവരും ഇപ്പം കൊണ്ടുവന്നവരും. ഇപ്പൊ ഈ ചില ആളുകള് അവരുടെ വീട്ടിലെ മക്കളും ഇതൊക്കെ തന്നെ അത് തുടരുന്നു. അതെ, ഇപ്പം നമ്മളെ അടുത്ത കുറ്റാട്ടര് ചന്ദ്രാട്ടൻ ഞാൻ കാണുന്ന മുതലേ പത്ര ഏജന്റായിരുന്നു. പിന്നെ ഇപ്പം
അവശനായി കിടപ്പിലായി. അപ്പോൾ ഇപ്പം മകനാണ് നടത്തുന്നത്. ഇപ്പം മകനാണ്. ചിലരെ അത് തുടരുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കൃത്യമായി കമ്മീഷനും കാര്യങ്ങളും ഇപ്പൊ കിട്ടുന്നത് പോലെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 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 കുറെ എണ്ണം പത്രം ഉണ്ടെങ്കിൽ ഒരു ഏജന്റിന്, അതെ, അങ്ങനെ തട്ടലും മുട്ടലും ഇല്ലാതെ കൊണ്ടുപോയി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയാണോ ഇപ്പൊ? ഇന്നെന്ന് വെച്ചാല് പിന്നെ വലിയ പ്രശ്നം തന്നെയാണ് ഏജന്റിനെ സംബന്ധിച്ച്. ജീവിത ചെലവ് കൂടുന്നുണ്ട്. ഇന്ന് പത്രം പറഞ്ഞു, പത്രത്തിന്റെ എണ്ണം കുറയുന്നുണ്ട്. അതായത് ഒരു സേഫ്റ്റി ഇല്ലാതെ ഒരു മേഖലയായിരുന്നു പത്രം. അതായത് മറ്റനക്ക് 1000-ലധികം പത്രം ഉള്ളതാണ്. ഇപ്പൊ ഒരു 700 സംതിങ്, 700-നോ 800-നോ. ഈ മറ്റ് പ്രസിദ്ധീകരണങ്ങളില്ലേ പത്രത്തിന്റെ തന്നെ, അതെല്ലാം അതിന് അമ്പേ കുറഞ്ഞ്. അതായത് വീക്കിലി മാസികകൾ നിങ്ങൾക്ക് കൂടുതൽ ഇല്ല 20%. 20%. മറ്റ് വീക്കിലിയുടെ 100-150 വീക്കിലുകൾ എടുക്കാൻ എനിക്കിപ്പോ 4 വീക്കിലിയാണ് ഉള്ളത്. അതുപോലെ തന്നെ വനിതാ, ഗൃഹലക്ഷ്മി, ആരോഗ്യ മാസിക, ഇമാതിരി പ്രസിദ്ധീകരണങ്ങളെല്ലാം രക്ഷയില്ല. പേരിനേ ഉള്ളു. വായന മരിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള ഇത് പുതിയ യുവാക്കളും യൂട്യൂബ്, അതായത് വാട്സാപ്പ്, തൊഴിൽ വാർത്ത പോലും, തൊഴിൽ വാർത്ത ഞാൻ എന്റെ തുടക്കത്തില് വെറും 250 പത്രമുള്ള സമയത്ത് അനക്ക് 35-40 തൊഴിൽ വാർത്തയുണ്ട്. ഇന്ന് അനക്ക് തൊഴിൽ വാർത്ത ഒറ്റൊരു തൊഴിൽ വാർത്തയാണ് എനിക്ക് വരുന്നത്. അത് ചെലവാക്കണമെങ്കിൽ ഞാൻ 2 തൊഴിൽ വാർത്ത കമ്പനിയിൽ നിന്ന് വരുത്തണം. വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ചെയ്യുന്ന ചെറിയൊരു പരിപാടിയാണ് പത്രവിതരണം. ഇന്ന് ആ കുട്ടികൾ അങ്ങനെ ഇല്ല. ഇപ്പം ചെയ്യുന്നത് വെച്ചാൽ നടക്കാനും താല്പര്യമുള്ള, അപ്പോൾ എനിക്ക് അപ്പോൾ വന്നാൽ അവർ നടക്കുമല്ലോ, അവർക്ക് താല്പര്യത്തിന്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ മേഖലകളിലെല്ലാം ഓരോ അങ്ങനെയുള്ളവരാണ് ഇപ്പം സഹായിക്കുന്നത്. അപ്പോൾ അവരുടെ സഹായം കൊണ്ടാ പോകുന്നു. അതായത് പിന്നെ ഏജൻസി ഒരു 10-300 പത്രം ഉണ്ടെങ്കിൽ അത് നല്ല നിലയിൽ നടത്തിയാൽ അത് നഷ്ടമൊന്നും പറയാൻ പറ്റില്ല. കാരണം എനിക്കൊന്ന് നഷ്ടം എന്ന് പറയാൻ പറ്റൂല. എന്നെ സംബന്ധിച്ച് ഈ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ? അത് എല്ലാ ജോലിക്കും ഉള്ളത് പോലെയുള്ള ഒരു ബുദ്ധിമുട്ട് അതിൽ കുറച്ചധികം ഉണ്ടാവും. ഞാൻ കുറച്ച് വായിക്കുന്ന കൂട്ടത്തില്ല. അപ്പോൾ എന്റെ വായനശീലം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ കുറെ അനുഭവങ്ങൾ, കുറെ ബന്ധങ്ങൾ. ഇപ്പൊ നമ്മളൊരു വീട്ടിൽ പത്രം ഇടുന്ന സമയത്ത് അവിടെ ആ വീട്ടിൽ എന്തെങ്കിലും ഒരു കുട്ടീന്റെ പാൽ കൊടുക്കലോ, അപ്പൊ അവിടെ ഒരു കല്യാണം, മറ്റു എന്ത് കാര്യങ്ങളും നമ്മളോട് പറയും. അതൊരു വലിയ കാര്യമാണ്. പിന്നെ ഞാന് പിന്നെ നമ്മള് ഇതിനോട് താല്പര്യപ്പെട്ടിട്ട് പോകുന്നത് ഒരു നന്നായിട്ട് വരുന്നില്ല ചിന്ത. കാരണം എന്താ വെച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് ഇപ്പൊ നിലവില് പാഠ്യ പദ്ധതിയിൽ ഈ വർഷം മുതൽ ഉണ്ടാവും അറിയില്ല, വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് എന്തായാലും അതിനെ നമ്മൾ കാത്തുപോകും. ആ ഒരു ശുഭപ്രതീക്ഷയോടെ കാത്തുപോകും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മുമ്പോട്ട് പോകാൻ തന്നെയാണ് തോന്നുന്നത്. ഇപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതെല്ലാം പറഞ്ഞു, എന്നാലും ഇതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള രീതിയിലും പറഞ്ഞു. വളരെ ചുരുക്കിയിട്ട് മൂന്നാളോ ഓരോ കാര്യം പറഞ്ഞാലേ, ഇനി എന്താണ് ഈ ഏജന്റുമാർക്ക് വേണ്ടി ചെയ്യേണ്ടത്? അല്ലെ എന്ത് സൗകര്യമാണ് ഏജന്റുമാർക്ക് ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും ആളുകൾ ഇതിലേക്ക് കടന്നു വരാൻ ചെയ്യേണ്ടത്? വേണോട്ടനിൽ തുടങ്ങാം. അത് പിന്നെ ഇതന്നെ ഈ പത്രം അധികം അയക്കുന്നത് മാനേജ്മെന്റിന്റെ ഇടയ്ക്കുള്ളൊരു ചെറിയൊരു വീഴ്ച വരുന്നുണ്ട്. കാരണം 150 പത്രം ചെലവാകുന്ന സ്ഥലത്ത് 152 പത്രം അയക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക നഷ്ടം വരും. അത് വരാൻ പാടില്ല. അങ്ങനെ അയക്കരുത്, അങ്ങനെ ആകാൻ പാടില്ല. എന്ത് വന്നാലും ഒരു ഏജന്റ് എന്ന നിലയിൽ നമ്മൾ ഒരു 2 പത്രം നമ്മുടെ അധികം ഉണ്ടാവും. അത് നമ്മൾ നഷ്ടം സഹിക്കും. അതിലും കൂടുതൽ നമ്മുടെ കുറച്ച് പത്രം ഇങ്ങനെ വരുമ്പം ഇതേപോലെ ഒരാൾ വീട്ടിൽ നിന്ന് നിർത്തുമ്പം അതിലെല്ലാം ചെറിയ അതൊക്കെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി നമ്മളെ സഹായിച്ചാൽ അവരെ പിന്നെ അധികം അയക്കാണ്ടിരിക്കുന്ന, അതായത് വേണോട്ടൻ പറഞ്ഞ ചുരുക്കം, ഒന്ന് കൃത്യമായ പത്രം അയക്കുക, അധികം അയക്കാതിരിക്കുക. പിന്നെ പത്രത്തിന്റെ എണ്ണം ഇന്ന് വരെ നിർത്തിയിട്ടുണ്ട്, ഇത്ര പത്രം നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊണ്ടിട്ട് ആ പത്രം കൂടി അവിടെ സ്റ്റോപ്പ് ചെയ്യാം, അതും കൂടി അയക്കാതിരിക്കുക എന്നുള്ള വേണോട്ടൻ്റെ ഒന്ന്. മറ്റൊന്ന് പവിത്ര, പിന്നെ ഇന്നത്തെ സമൂഹത്തിൽ പിന്നെ വളരെ വിഷമത്തിൽ തന്നെയാണ് ഏജന്റുമാരെ ജീവിത ചുറ്റുപാട് കേട്ടല്ലോ ഇപ്പോൾ. അപ്പം അതിന് സർക്കാരും മാനേജ്മെന്റും, അതായത് ഇപ്പം ക്ഷേമനിധിയോ കാര്യമോ ഇല്ലാതെ ഒരു മേഖലയില്ലല്ലോ. അപ്പോൾ അതിന് സർക്കാരും എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവരണം. അതായത് ഏജന്റുമാർക്ക് ഒരു ക്ഷേമനിധി, ഏജന്റുമാർക്കായി, മറ്റ് ഇവർ പറഞ്ഞാൽ ജനറലായിട്ടുള്ളതല്ല, ഏജന്റുമാർക്കായി അല്ലെങ്കിൽ ഏജന്റുമാർക്ക് ഒരു കാര്യമുള്ളൂ. അപ്പോൾ ഏജന്റുമാരെ പരിമിതികളും പ്രശ്നങ്ങളും മനസ്സിലാക്കി ഏജന്റുമാർക്ക് ഒരു ക്ഷേമനിധി പിന്നെ നടപ്പാക്കണം. സുരേഷിന്റെ അഭിപ്രായത്തിൽ ഈ മറ്റു പല തൊഴിൽ മേഖലകളിലും ESI, PF പോലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട്. അതുപോലെ ഈ പത്ര കമ്പനികളും അതുപോലെ നമ്മുടെ പത്ര ഏജന്റുമാരെ സഹായിക്കാൻ മുമ്പോട്ട് വന്നാൽ നമുക്ക് സർക്കാരും കൂടി സഹകരിക്കും. ആ രീതിയിൽ നമുക്ക് പിന്നെ ഉണ്ടാവുന്ന പറയാനുള്ളത്, നമുക്ക് തുച്ഛമായ ഈ
ശതമാനം നമുക്ക് തരുന്നത്. അത് കമ്മീഷൻ 30% ആക്കി മാറ്റിയാൽ 30% ആക്കിയാൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. പക്ഷെ ഈ നിലവിൽ മുമ്പ് അതിലും അധികം ഉണ്ടായിരുന്നു. മുമ്പ് 30% അധികം ഉണ്ടായിരുന്നു. പത്രത്തിൽ വരാത്തത് കുറേ കാര്യങ്ങൾ പത്രം വിതരണം ചെയ്യുന്ന ഇവർ പറഞ്ഞത് പ്രേക്ഷകർ കേട്ടു. ഇതിൽ പലതും നിങ്ങൾക്കറിയുന്നതാണ്, പുതിയ കാര്യങ്ങളൊന്നുമല്ല. ഇവർ മഴയത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നിങ്ങൾ അറിയുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി കാര്യങ്ങൾ ഈ 3 പേരും, ഈ രംഗത്ത് വർഷങ്ങളോളം പരിചയമുള്ള 2 പേരുണ്ട്, ഈ അടുത്ത ഇടയിൽ വന്ന ഒരാളുണ്ട്, ഇവരൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ പത്രം ലേറ്റായാൽ നമ്മളവരെ വിളിച്ച് അവരോട് ദേഷ്യപ്പെടുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ ഈ ജോലിക്ക് പിന്നിലുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഒപ്പം ഈ പറഞ്ഞതുപോലെ പത്ര മാനേജ്മെൻറ്റും സർക്കാരുമൊക്കെ ഇവരുടെ ഈ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാടകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.